Hi all of you, welcome to the new video session. Okay, today we are going to start the chapter module 4 representative elements. Okay, first B.Sc പഠിക്കുന്ന ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മെയിനായിട്ട് വരുന്നത് ഇനോർഗാനിക് തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി എന്നുള്ള പേപ്പറാണ്. അപ്പോൾ ആ പേപ്പറിലെ 4ാമത്തെ ചാപ്റ്ററാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. നോക്കാം നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്താണ്. The elements of group 1 and 2 and from 13 to 17 of the periodic tables are called representative elements or normal elements. ഓക്കെ, അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള രണ്ട് ഗ്രൂപ്പ് 1 and 2 പിന്നെ എക്സ്ട്രീം റൈറ്റിൽ പി ബ്ലോക്കിലുള്ള 13 to 17 വരുന്ന ഗ്രൂപ്പും കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന പേരാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. ഇപ്പോൾ എക്സ്ട്രീം ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ്, ആൽക്കലി ആൻഡ് ആൽക്കലിൻ എർത്ത് മെറ്റൽസും, പിന്നെ എക്സ്ട്രീം റൈറ്റിൽ പോവുകയാണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സും. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഇത് നോബിൾ ഗ്യാസ് എലമെന്റ്സ്. അപ്പോൾ അത്തരം എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. ഓക്കെ, thus these are elements which constitute the S block and P block excepting the noble gas of the periodic tables. Okay, in this chapter we deal with the study of some aspects, not all, of the general characteristic of S block elements and P block elements as well as the chemistry of some of the compounds. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, എല്ലാ പ്രോപ്പർട്ടിയും ഉള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, പിന്നെ അതിന്റെ കുറച്ച് കോമ്പൗണ്ട്സും, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പറയും, പിന്നെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പറയും. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും അല്ല, നിങ്ങൾ സിലബസ് പറയുന്ന പ്രോപ്പർട്ടീസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Okay, then we are going to discuss the properties of S block elements. Okay, the S block elements. Introduction. In this part of the chapter, we discuss some aspects of the S block elements. Okay. എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്, അത്തരം അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the S block elements of the periodic table are those in which the differentiating electron center of the outermost s orbital of the individual atoms. Okay, then the S block elements of the periodic table are those in which the differentiating electrons enters the outermost s orbital of the individual atom. Okay, അപ്പോൾ ഈ എലമെന്റ്സിന്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ എസ്സിൽ അവസാനിക്കുന്ന എലമെന്റ്സ് ആണ് പ്രധാനമായിട്ടും എസ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, സിൻസ് ദ ഔട്ടർമോസ്റ്റ് എസ് ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് only 2 electrons, there are only 2 groups, group 1 and 2 in the s block elements. അപ്പോൾ ഈ s block elements s ഓർബിറ്റൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺസ് ഉള്ള ഔട്ടർമോസ്റ്റ് s ഓർബിറ്റൽ ഒരു ഇലക്ട്രോൺസ് ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ ഈ ആൽക്കലി മെറ്റൽസ്, 2 ഇലക്ട്രോൺസിലുള്ള ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ s block എന്ന് പറയും. ഓക്കെ, the 6 elements that constitute group 1 of the periodic tables, that are lithium, sodium, potassium, rubidium, cesium and francium, are called the alkali metals because they form hydroxide on reaction with water which are strongly alkaline in nature. Okay, അപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു ജനറൽ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഈ ഒരു മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ് ഒക്കെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ പെട്ടെന്ന് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ആൽക്കലൈൻ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ഓക്കെ, the 6 elements that constitute group 2, beryllium, magnesium, calcium, strontium, barium and radium, are called alkaline earth metals because they, with the exception of beryllium, form oxide and hydroxide that are alkaline in nature, and further their oxide are found in the earth crust. That's why they are called alkaline earth metals. അപ്പോൾ ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറയാൻ കാരണം അതിന്റെ ഈ ഓക്സൈഡ്സും ഒക്കെ ഈ എർത്തിൽ ഫ്രീ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് അതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ഓക്സൈഡും ഫോം ചെയ്യും. ഓക്കെ, then some general characteristic of the alkali and alkaline earth metals. ഇനി കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ.
Okay, the alkali metal have the general electronic configuration ns1. ns1 means the electrons, last electron enters in the nth s orbital. Okay, the alkali metal have the general electronic configuration ns1 with just one valence electrons outside the noble gas core, while the penultimate shell n-1 of each contain 8 electrons. That means s2p6 configuration. Hence, all of them have a tendency to lose the loosely held s electrons in the valence shell to form the monovalent m plus ion with noble gas configuration, and this character makes them the most electropositive of metal. Okay, consequently, they are never found in the free state in nature. ഈ ആൽക്കലി മെറ്റൽസിൻ്റെ ഒക്കെ ഔട്ടർമോസ്റ്റ് എസ് ഓർബിറ്റിൽ 1 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവും. ഔട്ടർമോസ്റ്റ് എസ് ഓർബിറ്റിൽ 1 ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലൂസ്ലി ബൗണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് അത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി നേച്ചർ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഫ്രീ സ്റ്റേറ്റിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് ഏത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക? കൺസിക്വൻ്റ്ലി ദേ ആർ നെവർ ഫൗണ്ട് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ്, ദാറ്റ് അയണിക് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അറ്റോമിക് നമ്പർ 3, 11, 19, 37, 55 ആൻഡ് 87 റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹാവ് ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 with 2 valence electrons outside the noble gas core, while the penultimate n-1 of each contain 8 electrons. അപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഔട്ടർമോസ്റ്റ് എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, the readily lose their valence electron to form the divalent m2+ ion, which have the noble gas configuration. Hence, they are never found in the free state in the nature. അപ്പോൾ ഈ ഔട്ടർമോസ്റ്റ് എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാലൻസിലുള്ള 2 ഇലക്ട്രോൺസിനെ ലീവ് ചെയ്തിട്ട് അതിനെ divalent state ആയിരിക്കും അത് എർത്തിൽ എക്സിസ്റ്റ് ചെയ്യും. Divalent state means m2+. Okay, alkali metals are, alkaline earth metals are beryllium, magnesium, calcium, strontium, barium and radium. Then atomic number 4, 12, 20, 38, 56 respectively. അതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then we are going to start the next properties, that is atomic and ionic size. Okay, in any period of the periodic tables, the alkali metal have the largest atomic size. The atomic radius or metallic radius of the corresponding alkaline earth metals is smaller than the preceding alkali metals due to increased nuclear charge in the former. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ അയണിക് ചാർജ് അതിൻ്റെ അറ്റോമിക് സൈസും അതുപോലെ തന്നെ അയണിക് സൈസും, അറ്റോമിക് സൈസ് ബിഗ് ആയിരിക്കും പക്ഷേ അതിൻ്റെ അയണിക് സൈസ് വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇൻ എനി പീരിയഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾസ് ദ ആൽക്കലി മെറ്റൽ ഹാസ് ദ ലാർജസ്റ്റ് അറ്റോമിക് സൈസ്. ദ അറ്റോമിക് റേഡിയസ് ഓർ മെറ്റാലിക് റേഡിയസ് ഓഫ് ദ കറസ്പോണ്ടിങ് ആൽക്കലൈൻ earth metal is smaller than the preceding alkali metals due to the increased nuclear charge in the former. Okay, the monovalent alkali metal ions m+ are smaller than the parent atoms. Okay, അപ്പോൾ ഈ അയോണിക് അയോൺസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ പാരന്റ് ആറ്റത്തിനേക്കാളും കുറവായിരിക്കും. Similarly, the divalent alkaline earth metals m2+ are smaller than their parent atoms. Okay, this because when the atoms lose their valence electrons, the effective nuclear charge increase. Okay, and the second factor is one complete shell is lost in each of the above cases. Okay, അപ്പോൾ ഈ ആൽക്കലി മെറ്റൽസിന്റെ m+ അയോൺസിന്റെ സൈസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ m2+ ഡൈവാലന്റ് അയോൺസിന്റെ സൈസ് കുറവായിരിക്കും. കുറവാനുള്ള റീസൺ എന്താണ്? ഇപ്പോൾ വാലൻസിലുള്ള ഇലക്ട്രോൺസ് റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഇലക്ട്രോൺസിനൊക്കെ അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് പുൾ ചെയ്യും. അപ്പോൾ ആ പുൾ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ സൈസ് കുറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വൺ കംപ്ലീറ്റ് ദ ഷെൽ ഇൻ ലോസ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ എബോവ് കേസസ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ അയോൺസിൻ്റെ സൈസ് അതിൻ്റെ പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും, സൈസ് കുറവായിരിക്കും. ഓക്കെ, the atomic and ionic radii of alkali metals as well as alkaline earth metals increase on moving down their groups. This can be explained as follows. അപ്പോൾ അതിൻ്റെ സൈസ്
ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് മൂവ് ഡൗൺ ഓൺ ഈച്ച് ഗ്രൂപ്പ്സ് a new electrons occupied principal shell is being added in each step, causing the valence electrons to be farther from the nucleus. Okay, അപ്പോൾ ഓരോ ഇലക്ട്രോൺസ് എക്സസ് ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്തും ആ ന്യൂക്ലിയസും അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടി വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ സൈസ് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് ഫാക്ടർ, ദ ഷീൽഡിംഗ് എഫക്ട് ഓഫ് ദ ഇന്നർ ഇലക്ട്രോൺസ് ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്സ്. This combined effect outweighs the shrinking effects caused by increasing nuclear charge. Consequently, the net nuclear attraction of the outer electrons decreases down the group. Okay, as a result, atomic size and ionic size increase while going from lithium to cesium and also while going from beryllium to barium. Okay, അപ്പോൾ രണ്ട് കാരണമാണ് പറയുന്നത്. ഒന്ന്, എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ പിന്നെ ഡിസ്റ്റൻസ് കൂടി വരും. ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസും നമ്മൾ ഡിക്രീസ് അല്ല, അവൻ്റെ ഡിസ്റ്റൻസ് കൂടി വരും. അതുപോലെ തന്നെ ഓരോ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് വരും. ഈ രണ്ട് എഫക്റ്റ് കാരണം അതിൻ്റെ സൈസ് കൂടി വരാനാണ് കാരണം. ഇപ്പോൾ ലിഥിയം ടു സീസിയം എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസും, അതുപോലെ തന്നെ ബെറിലിയം ടു ബേരിയം എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ സൈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം പോകുന്നതനുസരിച്ച് അതിൻ്റെ സൈസ് കൂടി വരും. ഓക്കെ, ഫോർ ദ സെയിം റീസൺ ഡിസ്ക്രൈബ്ഡ് അബോവ്, ദ അറ്റോമിക് വോളിയം ആൾസോ ഇൻക്രീസ് ആസ് we move down the group. Okay, then this table describes the size and atomic size and atomic radius of the alkali and alkaline earth metals are given. Okay, then lithium 123, sodium 157, potassium 203, rubidium 216, then cesium 235 in picometer. അതുപോലെ തന്നെ അറ്റോമിക് വോളിയം കൂടുന്നുണ്ട്. അറ്റോമിക് വോളിയം ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ കാറ്റിയോൺസിൻ്റെ അതിൻ്റെ മോണോവാലന്റ് അയോൺസിൻ്റെ സൈസും ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് കൂടി വരും. 60, 95, 133, 148 ആൻഡ് 116. അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ബെറിലിയം ടു ബേരിയത്തിലേക്ക് എത്തുന്നതനുസരിച്ച് അതിൻ്റെ അറ്റോമിക് റേഡിയസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 19, 136, 174, 192 ആൻഡ് 198. അതുപോലെ തന്നെ അതിൻ്റെ അറ്റോമിക് വോളിയം കൂടുന്നു. അതുപോലെ തന്നെ ഡൈവാലന്റ് കാറ്റയോൺസിൻ്റെ സൈസും അറ്റോമിക് റേഡിയസ് പൈക്കോമീറ്ററിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് സൈസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബെറിലിയത്തിൻ്റെ സൈസ് 31 പൈക്കോമീറ്റർ ആണെങ്കിൽ മാഗ്നീഷ്യം 65 പൈക്കോമീറ്റർ, കാൽഷ്യം 99 പൈക്കോമീറ്റർ, ദെൻ സ്ട്രോൺഷ്യം 2+ന് 113 അല്ലെങ്കിൽ 113 പൈക്കോമീറ്റർ ആൻഡ് ബേരിയം 2+ന്റെ അറ്റോമിക് റേഡിയസ് അതിൻ്റെ അയോണിക് സൈസ് എന്ന് പറയുമ്പോൾ 135 പൈക്കോമീറ്റർ. Okay, that's about the atomic and ionic radius. Then third property, ionization energy. Ionization energy എന്ന് പറയുമ്പോൾ എന്താണ്? The energy needed to release of outermost electrons. അല്ലേ? അതിൻ്റെ outermost electronsൻ്റെ ഒരു gaseous സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ആറ്റത്തിൻ്റെ outermost electronsനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ട എനർജിക്കാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് ഫസ്റ്റ് നമ്മൾ അയണൈസേഷൻ എനർജി ഓഫ് ആൽക്കലി മെറ്റൽസ്. In each period, alkali metal has the largest atomic size. So, the single electrons in the valence shell of an alkali metal's atoms, that is NS1 electrons, is attracted and held so weakly by the nucleus that it can be removed very easily. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കലി മെറ്റൽസിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഈ അട്രാക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ NS1 ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, hence alkali metal have low ionization energy, being the lowest in each period of the periodic table. Okay, as move down group from lithium to cesium, the atomic size increases with increase in nuclear charge. The effective nuclear force on the outermost electron decreases down group from lithium to cesium because the reasons are: reason 1, the effect of increasing atomic size outweighs the effect of increasing nuclear charge. Then the second factor, the screening effect of inner electrons increase on moving down the groups. അപ്പോൾ ഈ രണ്ട് ഫാക്ടറാണ് പറയുന്നത്. ഫസ്റ്റ് ഫാക്ടർ എന്താ പറയുന്നത്? ദ എഫക്ട് ഓഫ് ഇൻക്രീസിങ് അറ്റോമിക് സൈസ് ഔട്ട്വെയ്സ് ദ എഫക്ട് ഓഫ് ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, ഈ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്. അപ്പോൾ ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് ഹൈ ആയിരിക്കും.
പക്ഷേ ഈ ഹൈ ന്യൂക്ലിയർ ചാർജിനെ ഔട്ട്വെയ്റ്റ് ചെയ്തുകൊണ്ടുള്ള വേറെ എഫക്റ്റ് വരുന്നത് എന്താണ്? അതിൻ്റെ അറ്റോമിക് സൈസ് ആണ്. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ എന്താണ് അട്രാക്ട് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഫാർ അപ്പാർട്ട് ആയിരിക്കും ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ സൈസ് കൂടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോൺസിന് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീനിങ് എഫക്ട് ഓഫ് ദ ഇന്നർ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഇന്നർ ഇലക്ട്രോൺസ് ഇന്നർ ഷെല്ലിൽ ഫുൾ കംപ്ലീറ്റ് ഫിൽ ആയതുകൊണ്ട് തന്നെ ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസും ഇന്നർ ഇലക്ട്രോൺസും അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഇന്നർ ഇലക്ട്രോൺസ് ഷീൽഡ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഇടയിൽ ഈ ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺസ് വരുന്നതുകൊണ്ട് തന്നെ ഔട്ടർമോസ്റ്റിനെ ഷീൽഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ലൂസ്ലി ഹെൽഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. As a result, it becomes easier. Only lower input of energy is required to remove the outermost electrons on moving down the groups. In other words, ionization energy decreases down group lithium to cesium. അതുകൊണ്ട് തന്നെ ലിഥിയം ടു സീസിയത്തിലേക്ക് വരുന്നതനുസരിച്ച് അതിൻ്റെ ഈ അയണൈസേഷൻ എനർജി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെറ്റൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. ഫസ്റ്റ് അയണൈസേഷൻ എനർജി വരുന്നത് കിലോജൂൾ പെർ മോൾ 550, 520, 495 and 418, 403, 375. അപ്പോൾ സീസിയത്തിൻ്റെ അയണൈസേഷൻ എനർജി വളരെ കുറവാണ് ലിഥിയത്തെ കമ്പയർ ചെയ്യുന്നത്. Okay, then the second ionization energy of alkali metal are however fairly high because the removal of the electron from M+ cation which has a noble gas configuration, it's quite difficult and require large input of energy. Okay, അപ്പോൾ second ionization energy of alkali metal കുറച്ച് ഹൈ ആയിരിക്കും. കാരണം എന്താണ്? ഈ ആൽക്കലി മെറ്റൽസിന് ഫസ്റ്റ് ഇലക്ട്രോൺസിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൻഡ് ചെയ്യും. ഈ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ നമുക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റേബിൾ കോൺഫിഗറേഷൻ വീണ്ടും ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക, ആൽക്കലി മെറ്റൽസിന് സെക്കൻഡ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന പറയുമ്പോൾ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ ഇൻപുട്ട് എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് നിങ്ങൾ മെറ്റൽ ലിഥിയം എത്ര വരുന്നത് 7305, അതുപോലെ തന്നെ സോഡിയം 4569, പൊട്ടാസ്യം ആണെങ്കിൽ 3058, റുബീഡിയം ആണെങ്കിൽ 2638, സീസിയം 2430 ഒക്കെ വരും. അപ്പോൾ ഹൈ അയണൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റും ആൽക്കലി മെറ്റൽസ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്ന ആൽക്കലി എർത്ത് മെറ്റൽസ്, അയണൈസേഷൻ എനർജി ഓഫ് alkaline earth metals. Okay, in each period the first ionization energy of the alkaline earth metals is higher than that of the preceding alkali metals. This because the alkaline earth metal has the factor 1 smaller size than the alkali metals and the complete field configuration NS2 which resist removal of the electrons, and compare the values of the tables. അപ്പോൾ പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആദ്യത്തെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഹയർ എനർജി കൊടുക്കേണ്ടി വരും. അതിന്റെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഫസ്റ്റ് പറയുന്നത് സ്മാളസ്റ്റ് സൈസ് ദാൻ ദ ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് സൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ സൈസും ആൽക്കലി മെറ്റൽസിന്റെ ഒരേ റോള് വരുന്ന ആൽക്കലി മെറ്റൽസിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോൺസിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് റീസൺ. രണ്ടാമത്തെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ NS2 കോൺഫിഗറേഷനിലായിരിക്കും. NS2 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ S ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അന്ന് ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഹയർ ആയിരിക്കും. Then the ionization energy decreases down the group from beryllium to barium. This because first factor is the effect of increasing atomic size outweighs the effect of increasing nuclear charge, and the second factor, the screening effect of the inner electrons increases on moving down the groups. നേരത്തെ പറഞ്ഞ അതേ രണ്ട് ഫാക്ടറാണ് ഇവിടെയും പറയുന്നത്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Okay, the first ionization energy of alkaline earth metals are given here. Then the ionization energy of beryllium 899, magnesium 737, calcium 589, strontium 547 and barium 502. അപ്പോൾ ആൽക്കലി മെറ്റൽസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഹൈ ആണ്. പക്ഷേ ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ സെക്കൻഡ് അയണൈസേഷൻ എനർജി, അതായത് മോണോവാലന്റ് ആയിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വീണ്ടും ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച്
easy input energy. Okay. On the other hand, the second ionization energy of the alkaline earth metals are lower than those of the corresponding alkali metals in their period. This because of the removal of an electron from the M plus ion takes the alkaline earth metals to more stable, completely filled configuration, whereas the corresponding M plus ion of the alkali metals already has such stable configuration. Okay, എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ നിന്ന് ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എസ് ഓർബിറ്റിൽ S1 കോൺഫിഗറേഷൻ ആയിരിക്കും. ആ S1 കോൺഫിഗറേഷൻ പെട്ടെന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ആ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്തും. അപ്പോൾ സ്റ്റേബിൾ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എത്താൻ വേണ്ടിയിട്ട് ആ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീസൺ ഒന്നും കൂടി പറയാം. ഓൺ ദ അതർ ഹാൻഡ്, ദ സെക്കൻഡ് അയണൈസേഷൻ എനർജീസ് ഓഫ് ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ lower than those of the corresponding alkali metals in the period. Okay, this because the removal of an electron from the M plus ion takes the alkaline earth metals to more stable, completely filled configuration, whereas the corresponding M plus ion of alkali metals already has such stable configuration. Okay, അപ്പോൾ അതാണ് കമ്പയർ ചെയ്യുന്നത്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ സെക്കൻഡ് ഇലക്ട്രോൺസിനെ കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ ആൽക്കലി മെറ്റൽസിന്റെ സെക്കൻഡ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണ്, അത് ആൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്താലും സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്തിയില്ല. ഒരു ഇലക്ട്രോൺസും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എത്തുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അതിന്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് അയണൈസേഷൻ എനർജി ഓഫ് ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. That's about the ionization energy. Then next, fourth property, hydration enthalpy. What is hydration enthalpy and its effect in alkali and alkaline earth metals? First, നമ്മൾ നോക്കാൻ പോകുന്ന alkali metals, hydration enthalpy of alkali metals. The value of hydration enthalpies of monopositive alkali metals ion are given the table. The metal നോക്കുന്ന hydration enthalpy of lithium minus 506, sodium minus 406, potassium minus 330, rubidium minus 310 and cesium minus 276. Okay, the hydration enthalpy of alkali metals ion become less negative with increasing in ionic size. The energy of liberated per mole being in the order of lithium greater than sodium, lithium plus greater than sodium plus greater than potassium plus greater than rubidium plus greater than cesium plus. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പറ്റും എന്താണ്, ഈ അയോണിക് സൈസ് കുറയുന്നതനുസരിച്ച് ഹൈഡ്രേഷൻ എൻതാൽപ്പി നെഗറ്റീവ് റേഞ്ചിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലിഥിയത്തിന് സ്മോളസ്റ്റ് സൈസ്, ലിഥിയം പ്ലസ് സ്മോളസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി, നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഹൈ ആയിരിക്കും. Okay, thus lithium plus have the maximum degree of hydration and thereby the most negative value of hydration enthalpy because the smallest size and the highest charge to radius ratio. അപ്പോൾ ഈ രണ്ട് ഫാക്ടറാണ് പറയുന്നത്. സ്മാളസ്റ്റ് സൈസുള്ള അയോൺസിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി നെഗറ്റീവിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹയസ്റ്റ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ഉള്ളതിന്റെ hydration enthalpy greater. That's about the hydration enthalpy of alkali earth metals. Then the hydration enthalpy of alkaline earth metals. Okay, the value of hydration enthalpy of dipositive alkaline earth metals are given in the tables. Then hydration enthalpy of beryllium 2 plus 2494, magnesium 2 plus 1921 and calcium 2 plus 1577 and strontium 1443 and beryllium 1305. അപ്പോൾ ഈ ആൽക്കലി മെറ്റൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി വെരി വെരി ഹൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്, അതിന്റെ സൈസ് വളരെ കുറവായിരിക്കും. അതിന്റെ ഡൈവാലന്റ് അയോൺസിന്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അതിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചാർജ് ടു റേഡിയസ് റേഷ്യോയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് ഹൈ ആയിരിക്കും. The hydration enthalpy of alkaline earth metals ions become less negative with increasing in ionic size. Okay, the energy liberated per mole being in the order of beryllium 2 plus greater than magnesium 2 plus greater than calcium 2 plus greater than strontium 2 plus greater than beryllium 2 plus. Okay, അപ്പോൾ beryllium 2 plus ആയിരിക്കും ഹൈയസ്റ്റ് ഹൈഡ്രേഷൻ enthalpy വരുന്നത്. Okay, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ thus beryllium 2 plus has the maximum degree of hydration and thereby the most negative value of hydration enthalpy because it has the smallest size and the highest charge to radius ratio. Okay, due to the
smaller size, the magnitude of the hydration enthalpy of alkaline earth metals ions are larger. Okay, the beryllium 2 plus has the maximum degree of hydration and thereby the most negative value of hydration enthalpy because of the smallest size and highest charge to size charge to radius ratio. So beryllium 2 plus highest smallest size ആയിരിക്കും, അതുപോലെ തന്നെ highest charge to radius ratio അതുകൊണ്ട് തന്നെ അതിന്റെ hydration enthalpy high ആയിരിക്കും. Due to the smallest size, the magnitude of the hydration enthalpies of the alkaline earth metals ions are larger or more negative than those of the corresponding alkali metal ions. Hence, compound of alkaline earth metals are more extensively hydrated than those of alkali metals. For example, magnesium chloride and calcium chloride exist in their hexahydrated forms. Means magnesium and calcium form their hexahydrated. Hexahydrated means 6H2O, hexahydrated forms respectively, whereas NaCl and KCl do not form such hydrated. These alkaline earth metals and ions high hydrated forms, hexahydrated forms അതേ സമയം ആൽക്കലി മെറ്റൽസിൻ്റെ ഒക്കെ ഹൈഡ്രേഷൻ ഇല്ലാതെ ഇപ്പോൾ NaCl KCl ഒക്കെ എന്ന് പറയുമ്പോൾ ഹൈഡ്രേഷൻ ഇല്ലാതായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സസ് ഹൈഡ്രേഷൻ വരാൻ കാരണം അതിൻ്റെ സ്മോളസ്റ്റ് സൈസ് ആയിരിക്കും. Okay, then next the property is standard electron potential. Next property is standard electron potential. Okay, then first alkali metals. The standard M plus M reduction potential for the alkali metals are highly negative on account of the lowest ionization energy. Okay, due to the lowest ionization energy, the standard M plus M reduction potential of the alkali metals are high negative values. Okay, അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൽക്കലി മെറ്റൽസിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴും ഹൈ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ M plus M റിഡക്ഷൻ പൊട്ടൻഷ്യൽ വോൾട്ട് ഓഫ് ലിഥിയം -3.04, സോഡിയം -2.714, പൊട്ടാസ്യം -2.925, rubidium -2.930 and cesium -2.927. Okay, from the tables it's seen that the variation down the group is not gradual. അപ്പോൾ ഈ ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ച് ഇതിൻ്റെ വേരിയേഷൻ നമുക്കൊരു ഗ്രാജുവൽ വേരിയേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർദർ ദ വാല്യൂസ് സീം അനോമലസ് ദിസ് ബിക്കോസ് ദ ഇലക്ട്രോഡ് potential values E0 values are measured in aqueous solution whereas ionization energy are measured in gaseous phase. The following three process thus assumes importance. അപ്പോൾ ഇതിൻ്റെ ഈ റീസൺ ആണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ this because the E0 value are measured in aqueous solutions whereas the ionization energies are measured in the gaseous phase. അപ്പോൾ നമ്മൾ E0 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും നോക്കുക അക്വസ് സ്റ്റേറ്റിലാണ്, പക്ഷേ അയണൈസേഷൻ എനർജി എപ്പോഴും മെഷർ ചെയ്ത് നമ്മൾ ഗ്യാഷ്യസ് ഫേസിൽ. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും M solid gives M gaseous, then delta H0 is equal to delta sublimation H0. That means sublimation enthalpy is positive. ഇനി അതേസമയം ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ അയോൺസ് ആയിട്ട് മാറുന്ന സ്റ്റേറ്റ് M gaseous gives M plus gaseous plus electrons, that is delta H0 is equal to delta HO. That means delta HI, that means ionization enthalpy, that is positive. Then last hydration enthalpy, that means M plus gaseous plus H2O liquids gives M plus aqueous, that is delta H0 is equal to delta hydration H0, that is hydration enthalpy. That's the only value negative. അപ്പോൾ ഈ വാല്യൂ നെഗറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടേംസ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് അയണൈസേഷൻ എനർജി ഈസ് ഇഗ്നോർഡ് ആൻഡ് റിഗാർഡഡ് സിനോണിമസ് ഹിയർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ്. ഓക്കെ, the E0 value therefore not only depend upon the ionization energy but also upon the factor like hydration enthalpy of the ion in aqueous solution. Okay, അപ്പോൾ ഈ E0 വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയണൈസേഷൻ എനർജിനെ മാത്രമല്ല, എന്താണ് എന്തും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേഷൻ എൻതാൽപ്പീസ് ഓഫ് ദാറ്റ് അയോൺ ഇൻ aqueous solution അതും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വാല്യൂ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് നമുക്ക് feel ചെയ്യാം. Okay, for example, it's seen that despite having the highest first ionization energy indicating the highest difficulty among the alkali metal ion in losing an electrons in group 1, that means group alkali metals, lithium has the most negative value, negative E0 value.
Okay, this fact can be explained as follows. Why the reason and the each alkali metal cation undergoes hydration in aqueous solution. Li plus is much smaller than that the other alkali metal cations. Hence, its hydration enthalpy is the most negative. Okay, the reason each alkali metal cation undergoes hydration in aqueous solution. Li plus is much smaller than other alkali metals cations. Hence, the hydration enthalpy is most negative, which means that the energy liberated is the maximum during the hydration of Li plus as compared to other. This more than the compensate for the high ionization energy of Li plus. Okay. The alkali metal are strong reducing agents on account of their low ionization energy. Lithium, which has most negative electrode potential, E0 value is the minus 3.04 volt, is the most powerful reducing agent, while sodium with the least electrode potential, E0 value minus 2.714 volt, is the least powerful among them. Okay, that's about the reduction potential of alkali metals. Then the reduction potential of alkaline earth metals. The standard M2 plus M reduction potential for the alkaline earth metals are high negative because on account of their low second ionization energies. The sum of the first and second ionization energy for them are relatively lower. This means they have high tendency to get oxidized to M2 plus ions. Okay, thus the electrode potential of beryllium minus 1.97, then magnesium minus 2.36, calcium minus 2.84, strontium minus 2.89 and beryllium minus 2.92. From the tables, it's seen that the values become more negative on moving down the group. This variation reflects the decrease in ionization energy down the group. Okay, the alkaline earth metals on accounts of their low ionization energy are strong reducing agents as seen from the large negative value of electrode potential. Okay, we have a less negative value of E0 as compared to other. Okay, so the ionization energy very high. The alkaline earth metals in low ionization energy are a strong reducing agent. Strong reducing agent as seen from the large negative value of electrode potential. Okay, beryllium has a less negative value of E0 as compared to other. Still, it is also reducing agent due to the small size and high negative hydration enthalpy of its ions. Okay, so in the hydration enthalpy, small high negative hydration enthalpy beryllium. That ionization energy is electrode potential minus 1.97. Okay, the alkaline earth metals are, however, weaker reducing agents than alkali metals on account of the relatively higher ionization energy. Next property is flame coloration. Flame coloration. What is flame coloration? These metals flame particular flame burn particular color. That particular color is due to the electronic transition. Electronic transition is electron transfer from lowest down state to excited state. Excited state is electrons release energy corresponding radiation emitting. Radiation visible region a particular wavelength visible region particular wavelength complementary color. Okay, that is discussing flame coloration. First, alkali metals. The alkali metals and their salt impart characteristic color in non-luminous Bunsen flame. Okay, the alkali metals and their salt impart characteristic color to a non-luminous Bunsen flames. This because the heat from the flame excites the loosely held outermost electrons to a higher energy level. That means excitation from the ground state to excited state, lower energy to higher energy. When the excited electrons come back to the ground state, there is an emission of energy in the form of radiation in the visible region.
of the electromagnetic spectrum. Okay, since the amount of energy absorbed or emitted during the excitation or de-excitation process is different from the atom of different alkali metals, they impart different color to the flame. Okay, അപ്പോൾ അത് ഓരോ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ അല്ലെങ്കിൽ എനർജി ഗ്യാപ്പിനനുസരിച്ച് ഓരോ റേഡിയേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഓരോ കളറായിരിക്കും അത് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് മെറ്റൽ അതിൻ്റെ ഫ്ലെയിം കളർ. ഫോർ എക്സാമ്പിൾ മെറ്റൽ ലിഥിയം ions forms crimson red color, sodium golden yellow, potassium lilac, rubidium red violet, and cesium sky blue. Cesium you can get a sky blue color. Okay, this enables the detection and identification of alkali metal by flame test and their determination by flame photometry or atomic absorption spectroscopy. അപ്പോൾ ഇത്തരം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ ഹെൽപ്പോടുകൂടി നമുക്ക് ഈ ആൽക്കലി മെറ്റൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലി ഡിറ്റക്ടേഷൻ നമുക്ക് ഈ ഒരു ഫ്ലെയിം കളേഴ്സ് നമുക്ക് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. Calcium, strontium and barium and their salts impart a characteristic color to non-luminous Bunsen flames. This is because the heat from the flame can excite the outermost orbital electrons to higher energy level, that is excited state. When the excited electrons come back to the ground state, there is an emission of radiation in the visible region of the electromagnetic radiation spectrum. Since the amount of energy absorbed or emitted during the excitation or de-excitation process is different from the atoms of calcium, strontium and barium, so they impart different colors to the flame as shown below. That means the calcium flame shown brick red, strontium shown crimson red, and barium shown apple green. Okay, this enables the detection and identification of calcium, strontium and barium by flame test and their determination by flame photometry or atomic absorption spectroscopy. Okay, as the beryllium and magnesium atoms are smaller, the valence electrons in them are more strongly bound. As a result, they do not get excited by the energy from flame, hence they do not impart any color to the flame. Okay, അപ്പോൾ ഈ ബെറീലിയം മാഗ്നീഷ്യത്തിനൊക്കെ സ്മാൾ സൈസ് ആയതുകൊണ്ട് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിന് ഈ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ മാത്രമുള്ള ഈ എനർജി ഫ്ലെയിമിന് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അത് എക്സൈറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ബെറീലിയം മാഗ്നീഷ്യം പൊതുവെ ഫ്ലെയിമിൽ കളർ തരാറില്ല.